പാവം കേട്ടോ, സത്യം പറഞ്ഞാലേ ഒരു മനുഷ്യന്റെ അവസ്ഥ നോക്ക്. മണി, ഇതിങ്ങനെയാണ് കിടക്കുന്നത്? ഇങ്ങനെ തന്നെ കിടക്കുന്നത്. കമന്ന് ഒരൊറ്റ കിടത്താൻ കിടക്കും. വിളിച്ചാൽ പോലും വിളിയും കേൾക്കത്തില്ല. മറ്റൊരു പക്കുറൂന്ന് വിളിച്ചാൽ അപ്പോഴേ ഓടി വരുന്നതാ. ഇപ്പൊ ഇതാ അവസ്ഥ. അച്ഛന്റെ മോനായി ഇരിക്കുന്നത് അല്ലെ? സഹിക്കാൻ പറ്റുമോ ഇരിപ്പാണിട്ട്? സഹിക്കാൻ പറ്റുന്ന അങ്ങനെ സഹിക്കാൻ പറ്റും. വീട് വിട്ടൊക്കെ അങ്ങ് പോവാണോ ഒറ്റയ്ക്ക്? വീട് വിട്ട് പോകുന്നുണ്ട്. കിണറ്റി ചാടിയോ? വന്ന് കണ്ട് ഉടനെ ഇയാൾ കിണറ്റിലാണ് പോകണം. അപ്പൊ നിങ്ങൾക്ക് അത്രയും ഇപ്പൊ പേടിയോടെ ഇവനെ നോക്കുന്നത് അല്ലേ? എവിടെ പോയെന്ന് സംശയം, പേടി എങ്ങോട്ട് പോയത് അല്ലേ അമ്മേ? എന്തൊരവസ്ഥയല്ലേ പാവം പയ്യൻ്റെ അവസ്ഥ. ഈ പെൺകുട്ടി സഹിച്ചിട്ട് പോയതാണോ അതോ മരിച്ചു പോയതാണോ ഒന്നും അറിയത്തില്ല. എങ്കോ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ചിലർ ആത്മഹത്യ ചെയ്യും, ചിലർ മദ്യപിച്ച് നടക്കും, ചിലർ അറ്റാക്ക് ചെയ്യും, അതായത് പ്രായം നഷ്ടപ്പെട്ടു പോയ ആത്മഹത്യ ചെയ്യും. പക്ഷെ ഇത് ഒന്നും അല്ലാത്തൊരവസ്ഥ. എന്തോ ഒരു രീതിയിൽ മറ്റൊരു ലോകത്തൊരു ഒരുതരം ഡിപ്രഷനാണ്. അദ്ദേഹത്തിന് നല്ലൊരു ചികിത്സ ആവശ്യം തന്നെയാണ്. പിന്നെ ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കരുത്. എന്ത് തന്നെയാണ്, പ്രത്യേകിച്ച് പ്രണയത്തെ മൊത്തത്തിലും. പക്ഷെ അധികം അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അയാളെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അയാളെ തന്നെ സ്നേഹവും ഒരുപാട് ഇങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ പ്രശ്നമാവും. മരണപ്പെട്ടവനെ ഉപേക്ഷിച്ച് വേണമെന്ന് അറിയില്ല. പെൺകുട്ടി വന്നതിന് ശേഷമാണ് നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. അയാൾ തന്നെ നമ്മുടെ കൂടെ കാണും, ജീവിതകാലം മുഴുവൻ കാണും. ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും തനിച്ച് നിൽക്കാനും പഠിച്ചിരിക്കണം, എന്തവസ്ഥയും ഫേസ് ചെയ്യാൻ. എന്തോ ഉപേക്ഷിച്ച് പോയതാണോ മരിച്ചു പോയതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായിരുന്നാലും അയാൾക്ക് ഒരു നല്ല ചികിത്സ ആവശ്യമാണ്. നല്ലൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി നല്ല പഴയ ഒരു ജീവിതത്തിലേക്ക് അയാൾ തിരിച്ചു വരട്ടെ. അപ്പം നല്ല വേറൊരു ഇണയും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.